നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചുണ്ണാമ്പും മണ്ണും ചേർന്നുള്ള സുർക്കി മിശ്രിതത്തിൽ അണകെട്ടി നിർത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാർ കേരളത്തിന് എന്നും ആശങ്കയാണ്. ഇങ്ങനെ നിർമ്മിച്ചതിൽ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ഡാമാണ് മുല്ലപ്പെരിയാർ. 50 വർഷം കാലാവധി കണക്കാക്കി പണിത ഈ നിർമ്മാണത്തിന് ഇപ്പോൾ 129 വർഷം പഴക്കമായി. എന്നാൽ അറ്റകുറ്റപ്പണി നടത്തിയും മറ്റും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണിപ്പോൾ. എന്നാൽ ഇതുകൊണ്ട് കാര്യമില്ല എന്നാണ് കേരളം വാദിക്കുന്നത്. അതിനാലാണ് ഡീകമ്മീഷൻ എന്ന ആവശ്യവും ഉയർന്നത്. ഒരു ഡാമിനെ പൊളിച്ചു മാറ്റുകയോ സംഭരണശേഷി കുറയ്ക്കുകയോ ചെയ്യുന്നതിനാണ് ഡീകമ്മീഷൻ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ഡാമും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. അതുകൊണ്ട് തന്നെ ഡീകമ്മീഷനിങ്ങും വ്യത്യസ്തമായിരിക്കും. 3 രീതികളിലായാണ് ഡീകമ്മീഷൻ. ആദ്യത്തേത് ഡാം നിലനിർത്തിക്കൊണ്ടുള്ള ഡീകമ്മീഷനിങ് ആണ്. ഓരോ ഡാമും പ്രത്യേകം ആവശ്യങ്ങൾക്കായാണ് നിർമ്മിക്കുന്നത്. കാലപ്പഴക്കമോ ഡാമിന്റെ കേടുപാടുകളോ കാരണം നിർമ്മിച്ച ആവശ്യത്തിൽ നിന്ന് മാറ്റി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. രണ്ടാമത്തെ രീതി സംഭരണശേഷി കുറയ്ക്കലാണ്. ഓരോ ഡാമുകളും നിശ്ചിത സംഭരണശേഷി നിശ്ചയിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. കാലപ്പഴക്കം അനുസരിച്ച് ഈ സംഭരണശേഷി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ രീതിയാണ് ഡാം പൂർണ്ണമായി പൊളിച്ചു മാറ്റുന്നത്. ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിർമ്മാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ നിലയിലേക്ക് കൊണ്ടുവരികയും തടസ്സമില്ലാതെ നീരൊഴുക്ക് അനുവദിക്കുകയും ചെയ്യും. മുല്ലപ്പെരിയാറിൽ ഈ രീതി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ഡാം പൊളിക്കുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലും വിശദമായ പരിശോധന ആവശ്യമാണ്. ഓരോ ഡാമിനും അതിന്റെ നിർമ്മാണം അനുസരിച്ചാകും പൊളിച്ചു മാറ്റുന്നതിനുള്ള രീതിയും നിർണ്ണയിക്കുക. ഇക്കാര്യത്തിലും വിശദമായ പഠനം ആവശ്യമാണ്. ഒപ്പം പൊളിച്ചു മാറ്റിയ ശേഷമുള്ള അനുബന്ധ നിർമ്മാണങ്ങളിലെ ആഘാതവും പഠന വിഷയമാകും. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതോടെയാണ് ഡീകമ്മീഷൻ എങ്ങനെയെന്നത് ചർച്ചയാകുന്നത്. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ഇതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. തമിഴ്നാടിന് മുടക്കം കൂടാതെ ജലം നൽകുമെന്ന് ഉറപ്പ് നൽകിയാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി കേരളം മുന്നോട്ട് പോകുന്നത്. അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനകം പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. 1300 കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. ഇവിടെ നിന്നും 366 മീറ്റർ താഴെയായാണ് പുതിയ ഡാമിനെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഡാമുകളുടെ ഡീകമ്മീഷൻ നടപ്പാക്കുന്നതിന് മുമ്പ് വിവിധ ഘട്ടങ്ങളിലുള്ള പഠനങ്ങൾ അനിവാര്യമാണ്. പാരിസ്ഥിതിക ആഘാത പഠനം അടക്കം നടത്തിയ ശേഷമാകും നടപടികൾ തുടങ്ങുക. പൊളിച്ചു മാറ്റുന്നതിലെ ആഘാതം എങ്ങനെയാകും, അത് എങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കപ്പെടണം. പൊളിച്ചു മാറ്റുന്ന അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കും എന്നതിലും കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. ഡാം പൊളിച്ചു മാറ്റുമ്പോൾ ഇത്രകാലം കെട്ടിനിർത്തിയ പുഴയുടെ ഒഴുക്ക് എങ്ങനെയാകുമെന്നതും വിശദമായി പരിശോധിക്കണം. ഡാമിൽ ഏത് തരത്തിലുള്ള ഡീകമ്മീഷൻ വേണമെന്നതിൽ തീരുമാനം എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയിട്ടാകും ഉണ്ടാവുക. ഡാമിന്റെ സുരക്ഷിതത്വം, നീരൊഴുക്ക്, അറ്റകുറ്റപ്പണികളുടെ സാധ്യത എന്നിവയ്ക്കൊപ്പം സാമ്പത്തിക വശവും പഠിക്കണം. ഡാമിന്റെ ഡീകമ്മീഷനിൽ ഭരണാധികാരികളുടെ അഭിപ്രായം, പൊതുജനങ്ങളുടെ നിലപാട് എന്നിവ ആരാഞ്ഞ് സാമൂഹിക ആഘാത പഠനവും നടത്തണം. ഡാമിന്റെ ചരിത്രവും പൈതൃകവും പഠന വിധേയമാക്കേണ്ടി വരും. ഒപ്പം തന്നെ ഡാം സംബന്ധിച്ച് എന്തെങ്കിലും നിയമപരമായ ബാധ്യതകളോ കരാറുകളോ ഉണ്ടോ എന്നതും പരിശോധിക്കണം. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഈ നിയമപരമായ വെല്ലുവിളി വലുതാണ്. തമിഴ്നാടുമായി നിലവിൽ മുല്ലപ്പെരിയാറിന്റെ ജലം കൊണ്ടുപോകുന്നതിൽ കരാർ നിലവിലുണ്ട്. ഈ കരാർ ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിയമപരമായും രാഷ്ട്രീയപരമായും എതിർപ്പ് ഉയർത്തുന്നത്. ഇത് മറികടക്കാനാണ് കേരളം നിയമ പോരാട്ടം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.